ഹേ ഗൈസ്, വെൽക്കം ടു ദി വേൾഡ് ദി ആർ സി ഹബ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നുണ്ടോ? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗിൽ തന്നെ വേറെ ഒന്നുമില്ല, നമ്മുടെ ഡി ജി ഐയുടെ ഓസ്മോ 3 ഓസ്മോ പോക്കറ്റ് 3 ക്രിയേറ്റർ കോംബോ. ഈ സാധനം ഞാൻ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കിയിരുന്നു, എപ്പോഴാ കൈ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗിലായിരുന്നു, അതുകൊണ്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ അൺബോക്സിങ്ങും ഈ സാധനം എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇതൊരു ആർ സി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, പക്ഷേ നമ്മുടെ ചാനലിൽ വരുന്ന ഒരു പുതിയ അതിഥി, ഒരു പുതിയ എന്താ പറയുക, ഒരു പുതിയ അപ്ഗ്രഡേഷൻ ആണിത്. സോ എന്തായാലും നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ സാധനം. ഏയ് മാൻ, ഒരു ബാഗിലാണ് സാധനങ്ങൾ വരുന്നത്. പിന്നെ വേറെ ചെറിയൊരു കാർട്ടൂൺ ബോക്സ് ഉണ്ട്, ഒരു പേപ്പർ ബോക്സ് ഉണ്ട്. ഇതിൽ ഇതിൻ്റെ എനിക്കതൊന്ന് കേസാണെന്ന് തോന്നുന്നു, ക്യാരിയിങ് കേസാണ് തോന്നുന്നത്. ആൻഡ് പിന്നെ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ സാധനം. എൻ്റെ മോനെ ബാഗ് കണ്ടില്ല, എന്താ ക്വാളിറ്റി ബിൽഡ് അറിയാം, അടിപൊളി സാധനം കേട്ടോ. നമുക്കൊന്നിങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കാം. കൊടുത്താൽ കൊടുത്താൽ ഏയ് മാൻ, ഇത് ക്രിയേറ്റർ കോമ്പോട്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരു പവർ ബാങ്ക് ആണെന്ന് തോന്നുന്നു. അതായത് നമുക്കൊരു ബാക്കപ്പ് പവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു ഇത്. യെസ്, ഇതൊരു പവർ ബാങ്ക് ടൈപ്പാണ്. അതായത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പവർ ബാക്കപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്കാണ്. ഇതാണ് പിന്നെ നമ്മളെ മുതൽ കേട്ടോ. എൻ്റെ മോനെ കിഡിലോസ്കി സാധനം. അതാ കൊണ്ടുവന്നാ കാണിച്ചു കൊടുത്താ. ഏയ് എൻ്റെ മോനെ, ഇത് ഓണാവോ? ബാറ്ററി ഉണ്ടാ, ചാർജ് ഉണ്ടാ? ഏയ് വാ, ഡി ജി ഐ സാധനം സെറ്റിട്ട് ഓണായേ. എൻ്റെ മോനെ ക്ലാരിറ്റി നോക്കിയാ, ഓ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിക്കണം ആദ്യം. ഓക്കെ, ഇതാ എൻ്റെ മോനെ വൈബ്. പിന്നെ വരുന്നത്, സോ ഇതാണ് നമ്മളെ ക്യാമറ വരുന്നത്. ഓഫാക്കൽ എങ്ങനെയാ? ഓഫായ പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങ് മടങ്ങിയിരുന്നോളൂ. പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞ പവർ ബാങ്ക്. പിന്നെ നമ്മുടെ ക്യാരിയിങ് കേസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതാ, ഇതൊരു ചെറിയൊരു സ്റ്റാൻഡാണ്. അതായത് നമുക്ക് ട്രൈപോഡൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണിത്. അപ്പോൾ തന്നെ നമുക്ക് ഇതുമ്പോൾ ഒരു പവർ കേബിളും വരുന്നുണ്ട്. ആൻഡ് ഇത് നമ്മളെ മൈക്കയുടെ ട്രാൻസ്മിറ്റർ ആണെന്ന് തോന്നുന്നത്. അല്ല, ഇത് ട്രാൻസ്മിറ്റർ. ഇത് അതിൻ്റെ മേലെ വെക്കാൻ പറ്റുന്ന ഒരു വിൻഷീൽഡ്, ഒരു പഞ്ഞി. ഓക്കെ, പിന്നെ വരുന്നത് ഇത് നമ്മളെ ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ് കേട്ടോ. ഓക്കെ, ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ് വരുന്നുണ്ട്. കാണിച്ചു തരാം. ഇതാണ് സാധനം, ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ്. ആൻഡ് പിന്നെ വരുന്നത് ഇത് സിലിക്ക ജെല്ല്, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജർ കേബിൾ വരുന്നുണ്ട്. ആൻഡ് പിന്നെ ഇതിൽ 2 സാധനം കൂടി വരുന്നുണ്ട്. ഇത് എന്താ സംഗതി എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ലെൻസാണ്. ഇതൊരു വൈഡ് ആംഗിൾ ലെൻസാണ്. നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. പിന്നെ ഈ സാധനം എന്താണെന്ന് അറിയില്ല, ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ എന്താ പറയുക, അപ്പോൾ ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുമെന്നാണ് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ വരും ആഴ്ചകളിൽ ഇനിയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഈ ഒരു സാധനത്തിലൂടെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സാധനം ഇതിനെ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഷൂട്ട് ചെയ്തത് നമ്മുടെ iPhone 40 Proയിലും 50 Proയിലും ആയിരുന്നു. സോ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഇതിലായിരിക്കും നമ്മുടെ സാധനം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ റിവ്യൂ ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ട്, മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ റിവ്യൂ ചെയ്യാൻ പറ്റും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഒരുപാട് വീഡിയോസ് ഇനി വരുന്നുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.